പവിത്രം സീരിയലിന്റെ 21ാമത്തെ എപ്പിസോഡാണ്. തരുൺ ഓഫീസിൽ നിന്ന് വരെ കേട്ടോ. ഗൗരി പുറത്തന്നെ നിൽപ്പുണ്ട്. എന്താ എന്റെ ഗൗരി കിട്ടി എന്ന് പറഞ്ഞ് എടുത്തിട്ട് അകത്തേക്ക് പോവാണേ. ഈ സമയം വേദയും അങ്ങോട്ട് നീ നേരത്തെ വന്നല്ലേ, മോള് നേരത്തെ വരും എന്ന് പറഞ്ഞ് ഗൗരി മോള് കാത്തിരിക്കായിരുന്നു. വേദ ആകെ ഒരു വിഷമത്തിലിരിക്കുമ്പോ അമ്മയ്ക്ക് എന്തു പറ്റി? വേദ പറയും, ഞാൻ ചെയ്യുന്നത് തെറ്റാണോ അമ്മേ? എനിക്കിപ്പോ ഗൗരിയോട് സംസാരിക്കുമ്പോ വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നു. എന്താ മോളെ? വേദ പറയും, അവളോട് സത്യങ്ങളെല്ലാം മറച്ചു വെച്ച് ഞാൻ അവളെ പറ്റിക്കുകയാണോ എന്നൊരു തോന്നല്. കുറെ കാലം കഴിഞ്ഞ് എല്ലാം അറിയുമ്പോ അവളുടെ അമ്മ ഒരു മോശ സ്ത്രീ ആയിരുന്നു വിചാരിക്കും അവള്. അമ്മ പറയും, എന്താ മോളെ ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നാൻ? വേദ പറയും, അവളുടെ സ്വന്തം അച്ഛനെ മറച്ചു വെച്ച് മറ്റൊരാളുടെ അച്ഛനാണെന്ന് ചൂണ്ടിക്കാണിച്ച് വളർത്തിയെന്ന് വിചാരിക്കില്ലേ അവള്? അമ്മയ്ക്കും കഴിഞ്ഞ 5 വർഷമായിട്ട് ഉണ്ടാവാതിരുന്ന തോന്നൽ ഇപ്പൊ എന്താ ഉണ്ടാവാൻ? വേദ പറയും, എല്ലാ കാലത്തും എനിക്ക് തോന്നലുണ്ടായിരുന്നു. മോള് ചെയ്തത് മറ്റൊന്നിനും അല്ലല്ലോ, കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനല്ലേ? വേദ പറയും, അതെ. അമ്മ പറയും, നീ ചെയ്ത അതേ തെറ്റ് തന്നെയല്ലേ അമ്മയും ചെയ്തത്? അവന്റെ കുഞ്ഞല്ലാത്തൊരു കുഞ്ഞിനെ അവന്റെ കുഞ്ഞാണെന്ന് വിശ്വസിപ്പിച്ചത് ഞാനും കൂടെ അല്ലേ? നീയും ഞാനും ചെയ്തത് ശരിയാ മോളെ. അമ്മ എന്നുള്ള നിലയിൽ നമ്മൾ രണ്ടുപേരും ചെയ്തത് തെറ്റല്ല. നീ നിന്റെ സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ഇപ്പൊ അതായി. ഇനി എപ്പോ വേണമെങ്കിലും എല്ലാ സത്യങ്ങളും നിനക്ക് അവനോട് പറയാം. ഞാൻ എതിര് നിൽക്കില്ല. അപ്പൊ വേദ പറയും, എനിക്കിപ്പോ എന്നെയോ കുഞ്ഞിനെ ഓർത്തല്ല പേടി. അത് അങ്ങനെ ഒരു നിമിഷം തരുൺ എങ്ങനെ മറികടക്കുമേ? അമ്മ പറയും, അറിയില്ല മോളെ, പക്ഷെ അതിന്റെ പേരിൽ നിന്നെയും മോളെയും അവൻ വെറുക്കില്ല, അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പോഴേക്കും ഗൗരിമോള് ഓടി വന്നിട്ട് പറയും, എല്ലാരും റെഡി ആയിക്കോ, അച്ഛൻ മാളിലേക്ക് പോകാൻ സമ്മതിച്ചു. സേതുമ്മ പറയും, അച്ഛമ്മ ഇല്ല, അത് പറ്റില്ല, പോയേ പറ്റൂ, അച്ഛമ്മ കൂടെ വരണം. അപ്പോഴേക്കും തരുൺ അങ്ങോട്ട് വരുമ്പോ മോള് പറയും, നോക്ക അച്ഛമ്മ വരുന്നില്ല, വരാൻ പറച്ചാ. അമ്മ പുറപ്പെട്, എല്ലാരും ഒരുമിച്ച് പോവാന്ന് അവളുടെ ആഗ്രഹല്ലേ. അപ്പൊ വേദയുടെ മൂഡ് ഓഫ് കാണുമ്പോ തരുൺ ചോദിക്കും, താനെന്താടോ ഇങ്ങനെ ഇരിക്കുന്നേ? മീറ്റിങ്ങിനെ കുറിച്ച് ഓർത്താണോ? അവിടെ തന്റെ സ്റ്റാൻഡ് തന്നെയായിരുന്നു ശരി. ഞാനത് അവരോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെന്ന് റെഡി ആകാൻ നോക്ക്. മോള്, അച്ഛമ്മ വാ, വന്നേ, എന്നെ കുളിപ്പിക്കേ എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ച് എണീപ്പിക്കുക. വരുന്നില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും പിടിച്ചു വലിച്ചു കൊണ്ടുപോട്ടോ. ശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീചേട്ടത്തി ഫുഡ് ഉണ്ടാക്കാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഉണ്ടാവും അങ്ങോട്ട് അപ്പുമോള് വരുന്നത്. ചെറിയച്ഛൻ എവിടെ അമ്മേ എന്ന് വെച്ചോണ്ടാട്ടോ വരുന്നത്. മുറിയിലുണ്ടെന്ന് പറയുമ്പോ ബാഗ് അവിടെ വെച്ചൊരൊറ്റ ഓട്ടോ. അപ്പോഴേക്ക് വിക്രമും ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടാ. ചെറിയച്ചാന്ന് വിളിച്ച് മോൾ ഓടിപ്പോയി കെട്ടിപ്പിടിക്കും. അപ്പുന്റെ കുഞ്ഞില് മുഖഛായ ഒക്കെ മാറി. അപ്പു പറയും, ചെറിയച്ഛന് ഒരു മാറ്റവും ഇല്ല, ക്ലാസ് ഉള്ളോണ്ടാ, അല്ലെങ്കിൽ ഞാനും വന്നേനെ. വിക്രം പറയും, അതിന് അഭിമാനിക്കാനുള്ള സ്ഥലത്ത് നല്ലല്ലോ വന്നത്. അപ്പൊ മോള് പറയണേ, അതെങ്ങനെയാ? ചെയ്യാത്ത കുറ്റത്തിനല്ലേ കള്ള തെളിവിന്റെ പുറത്ത് ജയിലിട്ടത്? അപ്പൊ തെറ്റുകാരെ ചെറിയച്ഛനല്ല സർക്കാരാ അല്ലേ അമ്മേ? അപ്പോഴേക്കും ആശു അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആ, സംസാരം കൊള്ളാലോ. സംസാരം കേൾക്കാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ അത്രയ്ക്ക് വായാടിയൊന്നല്ല. ആണോ ചച്ചാ? അപ്പൊ മാഷു പറയും, ഒട്ടുമല്ല, എന്റെ മോള് പറയേണ്ടത് കൃത്യമായിട്ട് പറയും, അത്രേ ഉള്ളൂ. ശ്രീജ പറയും, ചിലപ്പോ ഇവള് പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോ വേദ ഓർമ്മ വരും. അപ്പൊ പറയും, വേദച്ചെറിയമ്മയുടെ കഴിവൊന്നും എനിക്കില്ല കേട്ടോ, അതൊക്കെ ഒരു വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാ. പിന്നെ ഇനിയാണ് നമുക്കൊരു ആക്ഷൻ പ്ലാൻ വേണ്ടത്. മാഷുക്കും ആക്ഷൻ പ്ലാനോ? ആ, വേദച്ചെറിയമ്മേനെ ആദ്യം കണ്ടെത്തണം, അതിന് വേണ്ട കാര്യങ്ങൾ ആലോചിക്കണം. ശേഷം പണ്ടത്തെ പോലെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു വീട്ടിലേക്ക് മാറ്റണം, അച്ചാച്ചന്റെ പഴയ വീട്ടിലെ പോലെ എല്ലാരും ഒരുമിച്ച്. അതൊക്കെ നല്ല രസമായിരിക്കും അല്ലേ അമ്മേ? ശ്രീജ പറയും, അതൊക്കെ നമുക്ക് ആലോചിക്കാം. നീ ആദ്യം വേഷം മാറിയിട്ട് വാ, ഞാൻ ചായ എടുക്കാം. അതൊന്നും വേണ്ട, ഇനി 1 മണിക്കൂർ കഴിഞ്ഞ ഭക്ഷണം കഴിക്കാനുള്ളതല്ലേ, ഞാൻ കുളിച്ചിട്ട് വരാം, ഓക്കെ എന്ന് പറഞ്ഞു പോകും. എന്നിട്ട് തിരിച്ചു വന്നിട്ട് കുറച്ച് ബുക്സ് എടുത്തിട്ട് പറയും, കുറെ ഹോംവർക്ക് ചെയ്ത് തീർക്കാണ്ട്. എല്ലാം ചെയ്ത് തീർക്കുമ്പോ രാത്രി ഒരുപാടാവും. അപ്പൊ ചെറിയച്ഛനെയും അച്ഛനെയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ ആക്ഷൻ പ്ലാന്റെ ചെറിയൊരു ഉദാഹരണം. ഗോഡ് മേ. അപ്പൊ കുളിച്ചിട്ട് കാണാം എന്ന് പറഞ്ഞ് ബുക്കും കൊണ്ട് മോൾ അവിടെ നിന്ന് പോകും. പോയി കഴിഞ്ഞാ വിക്രം പറയും, ഇടിക്കുകയാണല്ലോ. മാഷ് പറയും, അതെ, അവളുടെ മുറിയാ ഇത്. എനിക്ക് വയ്യാതായപ്പോ എന്നെ നിർബന്ധിച്ച് ഇവിടെ കിടത്തി. അവള് ഹോളിലേക്ക് മാറി. വിശ്വവും ശ്രീജയും പുറത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. നല്ല സാമ്പത്തിക ബുദ്ധിമുട്ട് അവർക്കുണ്ട്. വിക്രം പറയും, വന്ന സമയം മുതൽ എനിക്കത് മനസ്സിലായി. മാഷ് പറയും, എന്റെ പെൻഷൻ എടുത്തോളം പറഞ്ഞാൽ വിശ്വം കേൾക്കില്ല, അതിൽ ബാങ്കിൽ കിടക്കട്ടെ എന്നുള്ള വാശി അവന്. ഒരുപാട് കാലത്തെ മടി കഴിഞ്ഞ് അധ്വാനിക്കാൻ തുടങ്ങിയപ്പോ അത് അങ്ങേയറ്റമായി. വിക്രം പറയും, ഇപ്പോഴത്തെ അവസ്ഥയില് ഞാനിവിടെ ഇവിടെ നിന്നാൽ അത് ഇവർക്കൊരു ബുദ്ധിമുട്ടാവില്ല അച്ഛാ, ഞാൻ അങ്ങോട്ടെങ്കിലും മാറിയാലോ? മാഷു പറയും, ഇവരെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഞാൻ പറയില്ല, എനിക്ക് ഇനി നിന്റെ കൂടെ അല്ലാതെ വയ്യ. അപ്പൊ വിക്രം മാഷിന്റെ നെഞ്ചത്ത് ചേർന്ന് കിടക്കാട്ടോ. പിന്നീട് കാണിക്കുന്നത് ഗൗരിമോളും തരുണും വേദയും കൂടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വരിക. അങ്ങനെ തരുൺ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണേ, ഫൺ സിറ്റി ഒക്കെ ഇഷ്ടമായോന്ന്. എനിക്ക് കൂടുതൽ ഇഷ്ടമായത് റേസിംഗ് കാറാണ്. ആ, മുത്തശ്ശി പറയും, ഇവൾക്കല്ലെങ്കിലും കാറിനോടും ബൈക്കിനോടൊക്കെ ഇഷ്ടം, പെൺകുട്ടികൾ കളിക്കുന്ന ഒന്നും പോരാ. തരുൺ പറയും, അങ്ങനെ പെൺകുട്ടികൾ കളിക്കുന്നത് ഗെയിം എന്നും പറഞ്ഞേ ഇക്കാലത്ത് ഇല്ല അമ്മേ, അല്ലേ മോളെ? ഗൗരി പറയും, ആ അതെ. അപ്പൊ തന്നെ അമ്മ പറയും, അതെങ്ങനെയാ, അച്ഛന്റെ സ്വഭാവല്ലേ മോൾക്കും. വേദ എന്തോ ആലോചിച്ചിരിക്കുമ്പോ മോള് വയ്ക്കും, എന്താ അമ്മ ആലോചിക്കുന്നത്? ഒന്നുമില്ല അച്ഛാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? തരുൺ പറയും, ചോദിച്ചോ. മോള് വയ്ക്കും, നമ്മളെ പുറത്തു പോകുമ്പോഴൊക്കെ അമ്മ എന്താ പിറകിലിരിക്കുന്നത്? അവർക്കൊന്നും പറയാനില്ല. മോള് പറയും, സ്കൂളിലേക്ക് വരുന്ന മറ്റു കുട്ടികളുടെ അച്ഛനും അമ്മയും ഒക്കെ ഫ്രണ്ടിലായിരിക്കാറ്.
അപ്പൊ വേദറിയും അത് പിന്നെ അമ്മയ്ക്ക് മുന്നിലിരുന്ന ഛർദ്ദിക്കാൻ വരും എന്ന് പറഞ്ഞ് മോളെ ചേർത്ത് പിടിക്കണേ. അങ്ങനെ ആ സിഗ്നൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വണ്ടി ഇവരുടെ വണ്ടിയുടെ രണ്ട് സൈഡിലായിട്ട് വരും കേട്ടോ. തരുൺ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഗൗരി മോൾക്ക് ഫുഡൊക്കെ ഇഷ്ടായോ? ആ ഇഷ്ടായി, പക്ഷെ നൂഡിൽസിന് ഇച്ചിരി എരിവായിരുന്നോ? അല്ലേ അമ്മേ? ഈ സമയത്തൊക്കെ തരുൺ മോളെ ശ്രദ്ധ മാറ്റാനായിട്ടാ ശ്രമിക്കുന്നത് കാറിലുള്ള ബാക്കിയുള്ളവരുടെയും. കാരണം പുറത്തുള്ള വണ്ടി ഇവരെ ആക്രമിക്കാനായിട്ട് വരുന്നതാണെന്ന് തരുൺ മനസ്സിലായിട്ടുണ്ട്. ഇനി മുതൽ എല്ലാ വീക്കെൻഡിലും നമുക്ക് മാളിലേക്ക് വരാം. തരുൺ അതൊന്നും കേൾക്കുന്നില്ല, പുറത്തേക്കാണ് ശ്രദ്ധ. അച്ഛൻ ഞാൻ പറയണ കേൾക്കുണ്ടോ? കേട്ടല്ലോ. മോളോയ്ക്കും പിന്നെന്താ വരാന്ന് സമ്മതിക്കാത്തത്? ആ പോവാന്നേ, നമുക്ക് പോവാട്ടോ. അങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോ വേദ പറയും മോള് കുറച്ചു സമയം മിണ്ടാതിരിക്കി, വണ്ടി ഓടിക്കുമ്പോ കോൺസെൻട്രേഷൻ കിട്ടണ്ടേ. അങ്ങനെ വണ്ടിയൊക്കെ വന്ന് ഇടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാരും പേടിക്കും തുടങ്ങും കേട്ടോ. വേദ മോളെ പിടിച്ചിരുന്നോ എന്ന് പറഞ്ഞ് തരുൺ നല്ല സ്പീഡിൽ വണ്ടി ഓടിക്കാം. എല്ലാരും നന്നായിട്ട് പേടിക്കുന്നുണ്ട് കേട്ടോ. ഗൗരിമോൾക്ക് ഭയങ്കര ഹാപ്പി. അമ്മേ ഞാൻ കളിച്ച ഗെയിം പോലെ ഉണ്ടല്ലോ അത്. അപ്പോഴേക്കും ഒരു കാറ് വന്ന് ഇടിക്കുമ്പോൾ ഇവരുടെ കാറ് വട്ടം കറങ്ങും കേട്ടോ. പിന്നെ തരുണ് വേറെ എവിടെയോ കൊണ്ടുപോയി ഇടിക്കുകയാണ്. അപ്പോഴേക്കും ഗൗരിമോള് വേദയുടെ കയ്യിൽ നിന്ന് തെറിച്ചു പോവും. അമ്മേ എന്ന് വിളിച്ച് താഴേക്ക് വീഴും. അപ്പൊ തന്നെ മോളുടെ ബോധം പോകും കേട്ടോ. ഗൗരിമോളെ എന്ന് വിളിച്ച് വേദ വേഗം മോളെ എടുക്കും. ആംബുലൻസ് വിളിക്കേ എന്ന് വേദ പറയുന്നുണ്ട്. തരുൺ ആകെ പാനിക് ആയത് കാരണം എന്താ ചെയ്യേണ്ടെന്ന് അറിയണില്ല. ഈ സമയം അമ്മേ എന്നിങ്ങനെ ഒരു കുഞ്ഞ് വിളിക്കുന്നതായിട്ട് വിക്രമിന് തോന്നി. വിക്രം സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എണീക്കാട്ടോ. ഒരു കുഞ്ഞിന്റെ ശബ്ദം കേട്ടിട്ട് മാഷയ്ക്കും എന്താ? വിക്രം പറയും ഒരു കരച്ചിൽ കേട്ടതുപോലെ. മാഷയ്ക്കും കരച്ചിലോ? നീ എന്തൊക്കെയാ പറയുന്നത്? ഇവിടെ ഇപ്പൊ ആര് കരയാൻ? വിക്രം പറയും ഇവിടെ അല്ല അച്ഛാ, എന്റെ ഉള്ളിലാണ്. ഇടയ്ക്കിടയ്ക്ക് സ്വപ്നത്തില് ഒരു കുട്ടിയുടെ ശബ്ദവും അവ്യക്തമായ മുഖവും ചെവിയില് തുളച്ചു കയറുന്ന ഒരു കരച്ചിലൊക്കെ. അമ്മ മരിച്ച സമയത്തായിരുന്നു ആദ്യം അത് കേട്ടത്. ഒരു കുഞ്ഞ് ജനിച്ചു വീണതുപോലുള്ള കരച്ചില്. പിന്നെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അത് ആവർത്തിക്കാൻ തുടങ്ങി. കാലം പോകുന്നതിനനുസരിച്ച് ആ കുഞ്ഞും വളർന്നുകൊണ്ടിരിക്കുന്ന പോലെ. മാഷ് പറയും നീ ജയിലിനകത്തായപ്പോ പലതും ആലോചിച്ചിട്ടുള്ള ആലൂസിനേഷൻ ആവും. വിക്രം പറയും എനിക്കറിയില്ല അച്ഛാ, ഒരുപക്ഷെ വേദയും ഞാനും സ്വപ്നം കണ്ട കുഞ്ഞ് എന്റെ ഉള്ളില് വളർന്നുകൊണ്ടിരിക്കുന്നതാണെങ്കിലോ? എനിക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് അവളെ ഉള്ളില് വളരെയായിരിക്കും. മാഷു പറയും എനിക്കറിയാം, കണ്ണടച്ച് കിടന്നാലും അത്ര പെട്ടെന്ന് ഉറക്കം വരുന്ന അവസ്ഥയല്ലെന്ന്. മനുഷ്യന്മാർക്ക് പൊരുത്തപ്പെട്ടല്ലേ മതിയാവോ? കിടന്നുറങ്ങാൻ നോക്കുന്നേ. അങ്ങനെ വിക്രം കുറച്ച് വെള്ളം കുടിക്കാൻ നോക്കുമ്പോ അതില് വെള്ളം ഇല്ലാട്ടോ. വെള്ളം എടുക്കട്ടെ എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകും. അങ്ങനെ ഹോളിൽ പോയി വെള്ളം നിറച്ച് വരുമ്പോ ഉണ്ടാവും അപ്പൊ മോള് അവിടെ ഇങ്ങനെ തറയില് കിടക്കുന്നേ. വിക്രമിന് വിഷമം കേട്ടോ. അത് നോക്കി നിന്ന് അവിടുന്ന് പോകും. പിന്നീട് കാണിക്കുന്നത് രാത്രിയിലാട്ടോ. ഒരു കോളിംഗ് ബെല്ലിന്റെ സൗണ്ട് ഉണ്ട് കേട്ടോ. ഒരു തമിഴത്തിയാണ് എണീക്കുന്നത്. ദേവരാജന്റെ ഭാര്യയാണ്. ആരാ ഈ രാത്രിയിൽ ബെല്ലടിക്കുന്നത്? ദേവരാജനും ചോദിക്കും പോയി നോക്കൂ എന്ന് പറഞ്ഞ് അവര് കിടക്കും. ദേവരാജൻ താഴേക്ക് ഇറങ്ങി പോവാ. ആർക്കാടെ അവിടെ ഈ രാത്രി പ്രശ്നം എന്ന് വെച്ചാൽ അയാൾ ഡോറ് തുറക്കുമ്പോ തരുണായിരിക്കും കേട്ടോ. എന്നെ വേണം? തരുൺ പറയും അകത്തേക്ക് ഇരിക്കാല്ലേ. ഷൂസ് ഊരണോ എന്ന് പറഞ്ഞേ ഷൂ ഇങ്ങനെ ഊരാനായിട്ട് ശ്രമിക്കട്ടോ. അപ്പൊ ആ കാലിന്റെ സൈഡില് ഗണ്ണുണ്ട് കേട്ടോ. അത് ദേവരാജനെ കാണിക്കലായിരുന്നു ഉദ്ദേശം. അത് കാണിക്കുമ്പോ അയാൾ പേടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വേണ്ട മേനക്കേടാ, അതിന് മാത്രം പൊടിയൊന്നും കാലിലില്ല, വാ എന്ന് പറഞ്ഞേ തരുൺ അയാളെയും പിടിച്ച് അകത്തേക്ക് കയറുക. ചേച്ചി എണീറ്റിരുന്നോ? ഇനി മോളെ കൂടെ വിളിച്ചോ എന്ന് പറഞ്ഞേ തരുൺ അവിടെ സോഫയിൽ വന്നിരിക്കും. അവരുടെ മോളും ചെറിയ കുട്ടിയാട്ടോ. വേഗം വിളിച്ചോ, എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ കാലം നീട്ടിയിരിക്കും. പിന്നെ മോളെ വിളിച്ചതിന് ശേഷം ചേച്ചി പോയി ഒരു ചായ ഇട്ടിട്ട് വാ, അപ്പോഴേക്കും ഞങ്ങൾ സംസാരിച്ചിരിക്കാം പോ. ഭാര്യ അയാളെ നോക്കുമ്പോ ദേവരാജൻ പോയിക്കോളാൻ പറയും. അവര് പേടിച്ചുകൊണ്ടാണ് മോളെ വിളിക്കാൻ പോകുന്നത്. തരുൺ പറയും അപ്പൊ ദേവരാജ ഞാനിപ്പോ വന്നത് എന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ. IPS കഴിഞ്ഞ് ആദ്യ പോസ്റ്റിങ്ങും കഴിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞപ്പോ അന്നത്തെ കമ്മീഷണർ എന്നെ വിളിച്ചു. പേടിപ്പിക്കാൻ ഇതാ സർക്കാർ വക തോക്കുമതി, പക്ഷെ കളി ശരിക്ക് തീർക്കാൻ ദാ ഇവൻ തന്നെ വേണമെന്ന്. പിന്നെ പലപ്പോഴായി ഒരുപാട് പേരുടെ കളി അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ കാലിന്റെ ഷോക്സിന് അടിയിലെ എപ്പോഴും ഇവൻ കൂടെ ഉണ്ടായിരുന്നു, എന്റെ കളിക്കൂട്ടുകാരൻ. ആളെ നീ ശരിക്കും അറിഞ്ഞിട്ടില്ല ദേവരാജ, ബന്ധങ്ങളൊക്കെ കുറെ ഉള്ളതല്ലേ. ഒന്ന് ഡൽഹിയിലൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്ക്. വീമ്പ് പറയാൻ ഒട്ടും താല്പര്യമില്ലാത്ത തരുൺ ദേവാങ്ക് ആരാണെന്ന് നീ അറിയും. അപ്പോഴേക്കും മോളെ കൂട്ടി ആ അമ്മ വരൂട്ടോ. വാ വാ മോള് വാ. അപ്പോഴേക്കും ആ ദേവരാജൻ മോളെ അടുത്തേക്ക് പിടിക്കൂട്ടോ. തരുൺ പറയും മോളെ കാണാനാ അങ്കിൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ദേവരാജൻ പറയും സാറേ അവൾ ഇച്ചിരി പേടിയുള്ള കൂട്ടത്തിലാ. ഓ ആണോ? അപ്പൊ എന്റെ മോള് അപാര ധൈര്യശാലിയാണെന്നാണ് സാറ് പറയുന്നത്. അങ്ങനെ തരുൺ പറയും മക്കളൊക്കെ പാവങ്ങളാ ദേവരാജ, നമ്മൾ അവരൊരിക്കലും ടാർഗറ്റ് ചെയ്യരുത്. പക്ഷെ ഒരാൾ അങ്ങനെ ചെയ്തു തുടങ്ങിയ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് എന്തും ചെയ്യും അല്ലേ. മോളുടെ പേരെന്താ? ആ കുട്ടി പറയും അനഘ. അനഘ മോൾ പേടിച്ചോ? ആ കുട്ടി ആന്ന് പറയുമ്പോ തരുൺ പറയും പിടിക്കുന്നേ, അങ്കിള് വെറുതെ കാണാൻ വന്നതാ, മോള് പോയി ഇറങ്ങിക്കോ. ആ കുട്ടി അമ്മയുടെ അടുത്തേക്ക് ഓടുമ്പോ അവര് ചായ കൊണ്ടുവരിക. ചായ തരൂ എന്ന് പറഞ്ഞ് തരുണത് വാങ്ങിക്കും. ചേച്ചി പോയി കിടന്നോ, ഇതിപ്പോ തീരും. അപ്പോഴും അവരവിടെ തന്നെ നിൽക്കുമ്പോ പോയി കിടക്കാൻ പറ ദേവരാജ. അത് കേൾക്കുമ്പോ തന്നെ അവര് മോളെ കൊണ്ട് അവിടുന്ന് പോവേ. തരുണ് ആ ചായ കുടിച്ചിട്ട് പറയും പേടിച്ചോണ്ടാവും, മധുരം ഇട്ടിട്ടില്ല, പൊടിയും കുറവ്. എനിക്ക് ഇങ്ങനത്തെ ചായ ഇഷ്ടമല്ല, നല്ല മധുരത്തിൽ കുറുക്കി തിളപ്പിച്ചെടുക്കുന്ന ചായ ഇഷ്ടം. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രതിമയുടെ മുകളിൽ കൊണ്ടുപോയി ഒഴുക്കിയേ ദർപ്പണം. ഇനിയും നീ കളിക്കാനിരുന്ന ചായ മാത്രല്ല കുറച്ച് കൂടുതൽ കറികളടക്കം സദ്യ തന്നെ ഉണ്ടാക്കിക്കും
പേടിച്ച് നിന്റെ ഭാര്യ ആ കൂട്ട് തെറ്റിച്ച് ടേസ്റ്റ് ഇല്ലാണ്ട് ഉണ്ടാക്കിയാ എന്റെ ദേവരാജ കുറച്ചധികം തർപ്പണം നീ ചെയ്യേണ്ടി വരും. അപ്പൊ വരട്ടെ എന്ന് പറഞ്ഞ ഗ്ലാസ് അയാളുടെ കയ്യിൽ വെച്ച് കൊടുത്ത് തരുൺ നല്ല സ്റ്റൈലായിട്ട് അവിടെ നിന്ന് പോകും. അയാൾ ഇങ്ങനെ അത് നോക്കി നിൽക്കുന്നിടത്താണ് ഈ ഭാഗം കഴിയുന്നത്. അപ്പൊ നെക്സ്റ്റ് പാർട്ടായിട്ട് ഉടൻ വരാൻ. റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്